إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിന്റെ തുടക്കത്തിൽ ഒന്നാമത്തെ ആയത്തിൽ മുഅ്മിനീങ്ങളാകുന്ന നമ്മെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. മുഅ്മിനീങ്ങളെ, ഈമാനുള്ളവരെ, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും മുൻകടന്ന് പ്രവർത്തിക്കരുത്. ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, അവനെ തഖ്വ ചെയ്യണം, അവന്റെ കൽപ്പനകൾ നിങ്ങൾ പ്രവർത്തിക്കണം, അവൻ വിലക്കിയത് നിങ്ങൾ ഒഴിവാക്കണം. ഇന്നല്ലാഹ സമീഉൻ അലീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വാക്കുകളും കേൾക്കുന്നവനും ആരെന്തു പ്രവർത്തിച്ചാലും സകല പ്രവർത്തനങ്ങളും കാണുന്നവനുമാകുന്നു. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും മുൻകടന്നു പ്രവർത്തിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിച്ചുകൊണ്ട് ഉണർത്തുന്ന ഗൗരവമായ ഉണർത്തലാണിത്. ഈ ആയത്തിനെ വിശദീകരിക്കവേ അല്ലാമ അബ്ദുറഹ്മാൻ സഅദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി കാണാം, ഹാദാ മുതളമ്മിനു ലിൽ അദബി മഅ അല്ലാഹി തആല വ മഅ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്തിൽ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ പാലിക്കേണ്ടുന്ന മഹത്തായ അദബ്, മര്യാദ അള്ളാഹു ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വത്തഅളീമി ലഹു വഇഹ്തിറാമിഹി വഇക്റാമിഹി, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും എങ്ങനെയാണ് ഒരു മുസ്ലിം ആദരിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത്? അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അള്ളാഹുവിന്റെ കൽപ്പനകളോടും അവന്റെ റസൂലിന്റെ അധ്യാപനങ്ങളോടും എങ്ങനെയാണ് ഒരു മുസ്ലിം നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഅ്മിനീങ്ങളായ അടിമകളോട് അല്ലാഹു കൽപ്പിക്കുന്നു, ബിമാ യഖ്തദീഹിൽ ഈമാൻ ബില്ലാഹി വ റസൂലിഹി, അല്ലാഹുവിലും അവന്റെ റസൂലിലും ഈമാനുള്ളവരാണെങ്കിൽ, തങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചവരാണ് എന്നവർ ജൽപ്പിക്കുന്നത് സത്യസന്ധമാണെങ്കിൽ, മിൻ ഇംതിസാലി അവാമിരില്ലാഹി വജ്തിനാബി നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ ശിരസാവഹിക്കുന്നവരാണെങ്കിൽ, അള്ളാഹുവിന്റെ വിലക്കുകൾ അകറ്റി നിർത്തുന്നവരാണെങ്കിൽ, വഅയ്യകൂനു മാശീന ഖൽഫ അവാമിരില്ലാഹ്, അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പിന്നിൽ നടക്കണം, മുൻപിൽ നടക്കരുത്.
മുത്തബിഈന ലിസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജമീഇ ഉമൂരിഹിം, അവരുടെ എല്ലാ കാര്യങ്ങളിലും, അവരൈഹികമായ ദുന്യവിയായ കാര്യങ്ങളാകട്ടെ ദീനിയായ കാര്യങ്ങളാകട്ടെ, ഏതേതു കാര്യങ്ങളിലും അവരുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്നവരായിരിക്കണം അവർ. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് പിന്നിൽ നടക്കുന്നവരായിരിക്കണം അവർ എന്ന് അള്ളാഹു കൽപ്പിക്കുന്നു. വഅല്ലാ യതഖദ്ദമു ബൈന യദൈല്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾക്ക് മുന്നിൽ അവർ നടക്കരുത്. വലാ യഖൂലു ഹത്താ യഖൂൽ, എന്ന് പറഞ്ഞാൽ അള്ളാഹും റസൂലും പറയാത്തതവർ പറയരുത്. വലാ യഅ്മുറു ഹത്താ യഅ്മുർ, അള്ളാഹും അവന്റെ റസൂലും കൽപ്പിക്കാത്തതവർ കൽപ്പിക്കരുത്. ഫഇന്ന ഹാദാ ഹഖീഖത്തുൽ അദബിൽ വാജിബി മഅ അല്ലാഹി വറസൂലിഹി, ഇതാണ് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ പാലിക്കേണ്ടുന്ന നിർബന്ധമായ അദബ്, മര്യാദ. ദുനിയാവിൽ പലരോടും നമ്മൾ മര്യാദകൾ പാലിക്കുന്നുണ്ടാകും. മുതിർന്നവരോട്, മാതാപിതാക്കളോട്, കാരണവന്മാരോട്, സമൂഹത്തിലെ നേതാക്കളോട്, ഉന്നത സ്ഥാനീയരോട്, തികഞ്ഞ ഭൗതികന്മാരോട്, എല്ലാവരോടും വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ മര്യാദ പാലിക്കുന്നവരാണ്, പാലിക്കപ്പെടേണ്ടവരാണ്. സഹോദരങ്ങളെ, അതിനേക്കാളെല്ലാം ഉപരി നമ്മെ പടച്ച റബ്ബിനോട്, ആ റബ്ബിലേക്ക് നമ്മെ നയിക്കാൻ സന്മാർഗ ദൂതുമായി എത്തിയ നമ്മുടെ മാതൃകാ പുരുഷനായ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ദീനിന്റെ അധ്യാപനങ്ങളോട്, കൽപ്പനകളോട്, വിലക്കുകളോട് നമ്മൾ എന്ത് അദബ് പാലിച്ചു, നമ്മൾ എന്തു മര്യാദ സ്വീകരിച്ചു, നമ്മൾ എന്ത് നിലപാടെടുത്തു, നമ്മൾ എന്തു സമീപനം വെച്ചു പുലർത്തി? വളരെ പ്രസക്തമായ ചിന്തയാണ്, ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇതാണ് ശരിയായ അദബ്. അല്ലാഹുവിന്റെ റസൂലിനോടും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും ഒരു മുസ്ലിം പാലിക്കേണ്ടുന്ന മര്യാദ, അല്ലാഹും റസൂലും കൽപ്പിച്ചതിനപ്പുറത്ത് കൽപ്പിക്കാതിരിക്കുക, അതിന്റെ മുന്നിൽ നടക്കാതിരിക്കുക, പിന്നിൽ നടക്കുക, അത് പൂർണ്ണമായി സമ്പൂർണ്ണമായി അംഗീകരിച്ച് നടപ്പിലാക്കുക. ഹുവ ഉൻവാനു സആദത്തിൽ അബ്ദി വഫലാഹിഹി, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അതാണ് ഒരു മനുഷ്യന്റെ ജീവിത വിജയത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും മേൽവിലാസം. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക് പിന്നിൽ നടക്കുക, അതിനെ ജീവിതത്തിൽ ഒപ്പിയെടുക്കുക, അത് തന്റെ ജീവിതത്തിൽ മരണം വരെ പകർത്തുക എന്നത്. വബിഫവാതിഹി, ഇതൊരു മുസ്ലിം നഷ്ടപ്പെടുത്തിയാൽ തഫൂതുഹു സആദൽ അബദിയ വന്നഈമ സർമദി, അവന് എന്നെന്നും നിലനിൽക്കുകയും ശാശ്വതമായി അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന, നശ്വരമാകട്ടെ അനശ്വരമാകട്ടെ, ഏതൊരു സൗഭാഗ്യവും വിജയവും അവനിൽ നിന്ന് അന്യമാകും. അവന് സൗഭാഗ്യപൂർണമായ വിജയസമ്പന്നമായ ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്കെതിർ നിന്നാൽ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തമായ സ്വരത്തിൽ മുസ്ലിമീങ്ങളെ വിലക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിനെതിര് പറയരുത്, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കിന് മുന്നിൽ കിടക്കരുത്. ഫഇന്നഹു മതസ്തബാനത് സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ഒരു കാര്യത്തിൽ, ഇതാണ് റസൂലുള്ളാഹിന്റെ മാതൃക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് ശരിയായ ദീൻ. നിന്റെ കച്ചവട രംഗത്താകട്ടെ, നിന്റെ കുടുംബ വിഷയങ്ങളെ തർക്കങ്ങളിലാകട്ടെ, നീയും അയൽപ്പക്കക്കാരനുമായിട്ടുള്ള സ്വത്ത് തർക്കത്തിലാകട്ടെ, സഹോദരങ്ങൾക്കിടയിലുള്ള ഛിദ്രതയാകട്ടെ, ആദർശ സുഹൃത്തുക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളാകട്ടെ, നിന്റെ വ്യക്തി ജീവിതത്തിലാകട്ടെ, ഏതു രംഗത്തും നിന്റെ ദീനിയായ രംഗങ്ങളിൽ, അതിലും ദുനിയവിയായ മേഖലകളിലും വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് വ്യക്തമാണ്, ദീനിന്റെ അധ്യാപനങ്ങൾ സുസ്ഥാപിതമാണ്. ഇത് നിനക്ക് വ്യക്തമായാൽ, ഇത് നിന്റെ മുമ്പിൽ തെളിവുകൾ സഹിതം ബോധ്യപ്പെട്ടാൽ, വജബത്തിബാഅഹ, നീ അതിനെ പിൻപറ്റൽ നിർബന്ധമാണ്, നീ അതിനെ പിൻപറ്റൽ നിർബന്ധമാണ്. വതഖ്ദീമഹ അലാ ഗൈരിഹാ കായിനൻ മൻ കാൻ, ആരാകട്ടെ എന്താകട്ടെ, അള്ളാന്റെ റസൂൽ പറഞ്ഞതിനപ്പുറത്ത് ആര് പറഞ്ഞാലും, അവർ ആരാണെങ്കിലും ശരി, അതിനെ പിൻപറ്റൽ നിനക്ക് ബാധ്യതയില്ല, അത് പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വിലക്കുകയാണ്. ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും നമ്മൾ പാലിക്കേണ്ടുന്ന അദബ്, മര്യാദ, അള്ളാഹുവിന്റെ കൽപ്പനകളോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോടും നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടിതാണ്. ഇതോരോ മുസ്ലിമിനും നിർബന്ധമായ ബാധ്യതയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, ലാ തഖൂലു ഖിലാഫൽ കിതാബി വസുന്ന, ഖുർആനിനും സുന്നത്തിനും എതിരായി നീ ഉരിയാടരുത്, നീ മിണ്ടിപ്പോകരുത്.
നിന്റെ സംസാരം ഖുർആനിനും സുന്നത്തിനും എതിരാകരുത്. അതുകൊണ്ട് മുസ്ലിമേ, ഞാനും നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ സംസാരം, നമ്മുടെ അഭിപ്രായ പ്രകടനം, നമ്മൾ കൊടുക്കുന്ന ഫത്വകൾ, ദീനീ രംഗത്ത് നൽകുന്ന നിർദ്ദേശങ്ങൾ അള്ളാഹുവിന്റെ കിതാബിനും സുന്നത്തിനും എതിരായിക്കൂടാ. അള്ളാഹുവിന്റെ കിതാബിനും സുന്നത്തിനും എതിരായി നമ്മൾ സംസാരിച്ചുകൂടാ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിന്റെ വിശദീകരണമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടൊരു മുസ്ലിമാണെങ്കിൽ, ഒരു മുഅ്മിനാണെങ്കിൽ രണ്ടാലൊരവസ്ഥയാണ് അവൻ ഉണ്ടാകുക, മൂന്നാമത്തെ അവസ്ഥ ഉണ്ടാകുകയില്ല. ഒരവസ്ഥ അൽ-ഇത്തിബാ, അള്ളാഹുവിന്റെ ദീൻ എന്താണോ, അള്ളാഹു പറഞ്ഞത് എന്താണോ, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതെന്താണോ അത് സമ്പൂർണ്ണമായി പിൻപറ്റുക. ഇതാണ് ഒരവസ്ഥ. അതല്ലെങ്കിലോ അൽ-ഇബ്തിദാ, അവന് തോന്നിയതുപോലെ തന്നിഷ്ടപ്രകാരം ജീവിക്കുക. ഇതാണ് രണ്ടാമത്തെ അവസ്ഥ. മൂന്നാമത്തെ അവസ്ഥ ഉണ്ടാവോ? ഇല്ല. അള്ളാഹുവിന്റെ ദീൻ പിൻപറ്റി ജീവിക്കുക, ഇല്ലെങ്കിൽ അവന്റെ ഹവയെ പിൻപറ്റി ജീവിക്കുക. ഒരാൾ അള്ളാഹുവിന്റെ ദീനിനെ പിൻപറ്റിയിട്ടില്ലെങ്കിൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് അവന്റെ ദീൻ? അവന്റെ ഹവ, അവന്റെ തോന്നിവാസം, അവന്റെ തന്നിഷ്ടം. അതല്ലാത്ത മൂന്നാമത്തെ മാർഗം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നാം നമ്മുടെ തോന്നിവാസത്തെ പിൻപറ്റുന്നവരാണോ, അള്ളാഹുവിന്റെ ദീനിനെ പിൻപറ്റുന്നവരാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, ഒരാൾ അള്ളാഹുവിന്റെ ദീനിനെ പിൻപറ്റുകയാണെങ്കിൽ അള്ളാഹു അവൻ ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും അവതരിപ്പിച്ച സന്മാർഗ ദർശനത്തെ അവൻ പിൻപറ്റുന്നു. അതല്ല, അതിനവൻ കൈവടിയുകയാണെങ്കിൽ അവൻ സ്വന്തം നഫ്സിന്റെ ഹവയെ, തന്നിഷ്ടത്തെ, അഭീഷ്ടങ്ങളെ ദീനായി ആചരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സഹോദരങ്ങളെ, സ്വന്തം നഫ്സിന് ഗുണമാഗ്രഹിക്കുന്നവർ, നമുക്ക് നമ്മുടെ നഫ്സിനോട് നസീഹത്തുണ്ടെങ്കിൽ, നമ്മുടെ ഗുണം ഖൈർ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ സന്മാർഗം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുടെ വെളിച്ചം അത് നമ്മൾ പകർന്നെടുക്കണം, നമ്മൾ അത് മുറുകെ പിടിക്കണം. ഇല്ലെങ്കിൽ എന്താണ് അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിലൂടെ പറയുന്നു, ഫഇല്ലം യസ്തജീബൂ ലക്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ അറിയിച്ചു കൊടുത്ത നന്മ, ദീനുൽ ഇസ്ലാം, സിറാത്തുൽ മുസ്തഖീം, ഇതിനവർ പിൻപറ്റിയിട്ടില്ലെങ്കിൽ, അതിനവർ ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ, ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും, അറിയുക നബിയെ, അവർ പിന്നെ പിൻപറ്റുന്നത് എന്താണ്? അവരുടെ ഹവയാണ്, അവരുടെ തന്നിഷ്ടങ്ങളെയാണ്, അവരുടെ തോന്നിവാസങ്ങളെയാണ്. വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ സന്മാർഗ ദർശനങ്ങളെ വിട്ട് സ്വന്തം തോന്നിവാസത്തെ ദീനാക്കിക്കൊണ്ട് നടന്നവൻ, ആദർശമായി സ്വീകരിച്ചവൻ, അവനേക്കാൾ വഴികെട്ടവൻ, വഴിപിഴച്ചവൻ ആരുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ഇങ്ങനെയുള്ള അധർമ്മകാരികൾ, അക്രമികൾ, അവരെ അല്ലാഹു നേർവഴിയിലാക്കുകയില്ല. അല്ലാഹു പറഞ്ഞു, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും വലാ തത്തബിഉ മിൻ ദൂനിഹി ഔലിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് അവതരിപ്പിച്ച ദീൻ എന്താണോ അതിനെ നിങ്ങൾ പിൻപറ്റുക. അതിനു പുറമെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെയുള്ള രക്ഷാധികാരികളെന്ന് നിങ്ങൾ കരുതുന്ന ആളുകൾ ജൽപ്പിക്കുന്ന അവരുടെ ആദർശങ്ങളോ തോന്നിവാസങ്ങളോ ദീൻ വിട്ടിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളോ നിങ്ങൾ പിൻപറ്റരുത്. ഖലീലൻ മാ തദക്കറൂൻ. പക്ഷേ ഇത് ചിന്തിച്ചു മനസ്സിലാക്കുന്നവർ വളരെ തുച്ഛമാണ്. ഇതാണ് ശരിയായ വഴി, ഇതാണ് നേരായ മാർഗം, ഇതാണ് സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു മാർഗം എന്ന് മനസ്സിലാക്കുന്നവർ അവർ വളരെ കുറച്ചു മാത്രമാണ് എന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു, സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംർ. അള്ളാഹുവിന്റെ റസൂലേ, താങ്കളെ കൃതകൃത്യമായ സുവ്യക്തമായ ഒരു മാർഗത്തിൽ, ശരീഅത്തിൽ നാം ആക്കിയിരിക്കുന്നു. താങ്കൾക്ക് നൽകിയ വഹയിന്റെ അടിസ്ഥാനത്തിൽ, കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ, താങ്കൾക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ താങ്കൾ കൃത്യമായ വ്യക്തമായ ശരീഅത്തിലാണ്. ഫത്തബിഅഹ, താങ്കൾ അതിനെ, താങ്കൾക്ക് വഹയായി നൽകിയ ശരീഅത്തിനെ മാത്രം പിൻപറ്റുക. അല്ലാഹുവിന്റെ റസൂലിനോടാണ് ഈ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, അതിനെക്കുറിച്ച് അറിവില്ലാത്ത വിവരദോഷികളായ വിഡ്ഢികളുടെ അഭീഷ്ടങ്ങളെ, തോന്നിവാസങ്ങളെ താങ്കൾ പിൻപറ്റരുത്. അള്ളാഹുവിന്റെ റസൂലിന് നൽകിയ വഹയി മുൻനിർത്തി അള്ളാഹു പറയാണ്, അതാണ് ശരീഅത്ത്, അതിനെ മാത്രം താങ്കൾ പിൻപറ്റുക. ഈ വഹയിനെതിരെ സഞ്ചരിക്കുന്ന മുശ്രിക്കുകളുടെ, കുഫാറുകളുടെ, ഭൗതികന്മാരുടെ തന്നിഷ്ടങ്ങളെ, അഭീഷ്ടങ്ങളെ താങ്കൾ പിൻപറ്റരുത് റസൂലേ എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പിൻപറ്റുകയാണെങ്കിലോ ഇന്നഹും ലൻ യുഗ്നു അൻക മിനല്ലാഹി ശൈഅ, അല്ലാഹുവിങ്കൽ അതൊന്നും യാതൊരു ഉപകാരവും നൽകുകയില്ല തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് അമ്പിയാക്കളെ വിളിച്ച് അല്ലാഹു ഉണർത്തിയ മഹത്തായ പാഠമാണ്. മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ഭൂമിയിൽ ഖിലാഫത്ത് നൽകിയപ്പോൾ, അധികാരം നൽകിയപ്പോൾ, അദ്ദേഹം ഒരു ഭരണാധികാരിയായി രാജവാഴ്ച നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ ദാവൂദ്, ഓ ദാവൂദ്, ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്, ഭൂമിയിൽ ഒരു ഖലീഫയായി, ഭരണാധികാരിയായി, പ്രതിനിധിയായി, മനുഷ്യർക്കിടയിലെ സ്ഥാനീയനായി താങ്കൾ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്, അതുകൊണ്ട് താങ്കളുടെ അധികാരം ഉപയോഗിച്ച് ഹക്ക് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭരണം നടത്തുക, വിധി നടപ്പിലാക്കുക. അധികാര ദുർവിനിയോഗം നടത്തരുത്. അധികാരം അല്ലാഹുവിന്റെ ദീനിനൊത്ത് താങ്കൾ നടപ്പിലാക്കുക. വലാ തത്തബിഉൽ ഹവാ, താങ്കൾ തന്നിഷ്ടത്തെ പിൻപറ്റരുത്, അഭീഷ്ടങ്ങളെ, തോന്നിവാസങ്ങളെ പിൻപറ്റരുത്, ഹക്കിനെ വിട്ടിട്ട്. ഫയുദില്ലക അൻ സബീലില്ലാഹ്, താങ്കളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിച്ചു കളയുന്ന, വഴികേടിലാക്കുന്ന തന്നിഷ്ടങ്ങളെ താങ്കൾ പിൻപറ്റരുത്. ഇന്നല്ലദീന യദില്ലൂന അൻ സബീലില്ലാഹ് ലഹും അദാബുൻ ശദീദ് ബിമാ നസൂ യൗമൽ ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിന്ന്, സന്മാർഗത്തിൽ നിന്ന്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ആരാണോ വഴിതെറ്റി പോകുന്നവർ, ലഹും അദാബുൻ ശദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയാണ്. ബിമാ നസൂ യൗമൽ ഹിസാബ്, വിചാരണയുടെ, അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് നോക്കുന്ന പരലോകത്തെ ഖിയാമത്ത് നാളിന്റെ ഭയാനകതയെക്കുറിച്ച് അവർ മറന്നതിനാൽ, വിസ്മരിച്ചതിനാൽ അവർക്ക് പരലോകത്ത് കഠിനമായ ശിക്ഷയായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇത്തരത്തിൽ ധാരാളം ആയത്തുകൾ നമ്മെ കേൾപ്പിക്കുന്നു. പൊതുവായി അവൻ പറഞ്ഞു, സുബ്ഹാനഹു വ തആല, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ മാർഗം, ഖുർആനിന്റെയും സുന്നത്തിന്റെയും മാർഗം ഇതാണ്. ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറയുകയാണ്. ഖുർആനും സുന്നത്തും സമ്പന്നമാകുന്ന, തെളിവുകൾ കൊണ്ട് സുസ്ഥാപിതമാകുന്ന അല്ലാഹു പറഞ്ഞു, അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനാദ്യം കേട്ട സ്വഹാബത്ത് ഇങ്ങനെ മനസ്സിലാക്കി, ഇതാണ് ശരിയായ മാർഗം, ഒരേ ഒരു മാർഗം, രക്ഷയുടെ, വിജയത്തിന്റെ, സത്യത്തിന്റെ മാർഗം. ഫത്തബിഊഹു, നിങ്ങൾ അതിനെ പിൻപറ്റണം. വലാ തത്തബിഉ സുബുല ഫതഫറക ബികും അൻ സബീലി, ആ ശരിയായ ഒരേ ഒരു മാർഗത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന മറ്റനേക മാർഗങ്ങൾ ഉണ്ടാകും, ആദർശ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകും, പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടാകും, ചിന്താധാരകൾ ഉണ്ടാകും, മനുഷ്യന്മാർ പടച്ചുണ്ടാക്കിയ മതങ്ങൾ ഉണ്ടാകും. ഇല്ല, നിങ്ങൾ അതിനെ പിൻപറ്റാൻ പാടില്ല. വലാ തത്തബിഉ സുബുൽ ദാലികും വസാകും ബിഹി ലഅല്ലകും തത്തഖൂൻ, ഇതാണ് നിങ്ങൾ തഖ്വയുള്ളവരാകാൻ, സൂക്ഷ്മത പാലിക്കുന്നവരാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വസിയത്ത് നൽകുന്ന കാര്യം എന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, നമ്മുടെ ജീവിതം ഒരേ ഒരു ജീവിതം, ഈ ജീവിതം ഇസ്ലാമിന്റെ, ദീനിന്റെ ചട്ടക്കൂടിൽ ഒതുക്കണം നമ്മൾ, പരിമിതപ്പെടുത്തണം നമ്മൾ. നമുക്ക് കൃത്യമായ മാർഗരേഖയുണ്ട്, നമുക്ക് കൃത്യമായ ജീവിത പദ്ധതിയുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിലെ അനക്കവും അടക്കവും ചലനവുമെല്ലാം അള്ളാഹുവിന്റെ ദീനിന്റെ വൃത്തത്തിൽ ഒതുക്കിക്കൊണ്ടായിരിക്കണം നാമും കുടുംബവും ജീവിക്കേണ്ടത്. അള്ളാഹുവിന്റെ കിതാബിന്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ കടിഞ്ഞാണിലായിരിക്കണം നമ്മുടെ സഞ്ചാരം. ആ വാഹന മൃഗത്തിലേറി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മന്ദം നടന്നെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെതിരായി മനുഷ്യന്മാർ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ശാസ്ത്രം കൊണ്ടും ചിന്തിച്ചും ഗവേഷണം നടത്തിയും പടച്ചുണ്ടാക്കിയ ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളോ ചിന്താധാരകളോ, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെതിരായ സംസാരമോ വാക്കോ പ്രവൃത്തിയോ കേൾക്കാൻ പോലും, നമ്മുടെ ചെവിക്ക് പോലും അതിനവസരമുണ്ടാക്കാൻ പാടില്ല എന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ ശക്തമായ കൽപ്പനയാണ്, താക്കീതാണ് എന്ന് നാം മനസ്സിലാക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇയ്യാകും വഅസ്ഹാബർ റഅയ് ഫഇന്നഹും അഅദാഉ സുനൻ അയത്ഹുമുൽ അഹാദീസ് അൻ യഹ്ഫളൂഹാ ഫഖാലു ബിർറഅയ് ഫദല്ലു വഅദല്ലു. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ദീനും കൊണ്ട് നടക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണം. ഖുർആനും സുന്നത്തും വിട്ട് തോന്നിയതുപോലെ, തനിക്ക് തോന്നിയതെല്ലാം ദീനിന്റെ വിഷയത്തിൽ വിളിച്ചു പറയുന്ന, അഭീഷ്ടം ദീനിന്റെ പേരിൽ ജൽപ്പിക്കുന്ന ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണം. അവർ സുന്നത്തിന്റെ, യഥാർത്ഥ ദീനിന്റെ ശത്രുക്കളാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ അത് സ്വായത്തമാക്കി അത് ജനങ്ങൾക്കിടയിൽ നടപ്പിലാക്കാനും പ്രാവർത്തികമാക്കാനുമാണ് അവർ കൽപ്പിക്കപ്പെട്ടത്. പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നില്ല. ഖുർആനും ഹദീസും ദീനും കിതാബൊന്നും പഠിക്കാൻ അവർക്ക് മടിയാണ്, അവരെ അത് ക്ഷീണിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ ദീൻ എന്താണ്? അവരുടെ ബുദ്ധിയിൽ ഉദിച്ച തോന്നിവാസങ്ങൾ,
അവൻ സ്വയം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് അവൻ കണ്ടെത്തുന്ന അവന്റെ ചിന്താധാരകൾ, ഇതാണ് ദീനായി അവൻ ജൽപ്പിക്കുന്നത്. ഇങ്ങനെയുള്ളവർ കിതാബിനെയും സുന്നത്തിനെയും വിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ദീൻ സംസാരിക്കുന്നവർ അവർ സുന്നത്തിന്റെ ശത്രുക്കളാണ്. കാരണം ഫഖാലു ബിറഅയി, അവൻ സ്വന്തം ഗവേഷണം കൊണ്ടും അഭിപ്രായം കൊണ്ടും ദീൻ പറയുന്നു. ഫദല്ലു വഅദല്ലു, അവൻ സ്വയം പിഴക്കുന്നു, മറ്റുള്ളവരെ പിഴപ്പിക്കുന്നു. ഇങ്ങനെയുള്ള മുറിവൈദ്യന്മാരെ നമ്മൾ കരുതിയിരിക്കണം. അള്ളാഹുവിന്റെ ദീൻ പറയാൻ യോഗ്യരായ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മുൻഗാമികൾ സലഫ് സ്വാലിഹിങ്ങൾ അവർ മനസ്സിലാക്കിയതുപോലെ നമുക്ക് പകർന്നു തരുന്ന ദീൻ നമ്മെ പഠിപ്പിച്ചു തരുന്ന ഗുണകാംക്ഷികളായ പ്രബോധകന്മാരിൽ നമ്മൾ കേൾക്കണം, പഠിക്കണം. പണ്ഡിതന്മാരിലേക്ക് നമ്മൾ കാര്യങ്ങൾ മടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, മൻ അഹ്ദസ റഅയൻ ലൈസ ഫീ കിതാബില്ലാഹ് വലം യംളി ബിഹി സുന്നത്തുൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യദ്രി അലാ മാ ഹുവ മിൻഹു ഇദാ ലഖിയല്ലാഹു അസ്സ വജൽ. ആരാണോ അള്ളാഹുവിന്റെ കിതാബിലില്ലാത്ത, അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിന്റെ അകമ്പടിയില്ലാത്ത ഒരു കാര്യം ദീനിൽ അഭിപ്രായമായി, തന്റെ കണ്ടെത്തലായി, ഗവേഷണമായി, ചിന്തയായി, ഫിക്റായി ആരാണോ പറയുന്നത്, ലം യദ്രി അലാ മാ ഹുവ മിൻഹു ഇദാ ലഖിയല്ലാഹു അസ്സ വജൽ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന പരലോകത്ത് അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവൻ ഭയന്നുകൊള്ളട്ടെ, അള്ളാഹുവിന്റെ ശിക്ഷയെ അവൻ പേടിച്ചുകൊള്ളട്ടെ എന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ലൗ കാന അദ്ദീനു ബിർറഅയി ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അഅലാഹ്. അള്ളാഹുവിന്റെ ദീനെങ്ങാനും ആളുകളുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഗവേഷണം കൊണ്ടും ചിന്ത കൊണ്ടും അളന്ന് തിട്ടപ്പെടുത്താനും വിലയിരുത്താനും പ്രാപ്തമായ ഒന്നായിരുന്നുവെങ്കിൽ, ദീനിൽ അതിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെങ്കിൽ, ദീൻ ബുദ്ധി കൊണ്ടും അഭിപ്രായ പ്രകടനങ്ങളും സ്വന്തം ഇഷ്ടങ്ങൾ കൊണ്ടും സ്ഥാപിതമായ ദീനായിരുന്നുവെങ്കിൽ, ഹുഫമ്മ തടവുക എന്നുള്ളൊരു മസലയുണ്ട്. യാത്രക്കാരായിട്ടുള്ള ഹുഫ ധരിക്കുന്ന ആളുകൾക്ക് ഉദു എടുക്കുന്ന വേളയിൽ ആ ഹുഫ യൂരാതെ ഹുഫയുടെ മുകളിൽ തടവാനാണ് ശറഇൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഹുഫയുടെ മുകളിൽ തടവുക എന്നുള്ളതാണ്. എന്നാൽ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടുമാണ് ദീൻ സ്ഥാപിക്കപ്പെട്ടതെങ്കിൽ ആ ഹുഫയുടെ മുകളിൽ തടവുന്നതിന് പകരം അടിയിൽ തടവാൻ അള്ളാഹു കൽപ്പിക്കുമായിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞില്ല? ദീൻ ബുദ്ധി കൊണ്ട് സ്ഥാപിതമായതല്ല, ദീൻ ബുദ്ധി കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതല്ല. ബുദ്ധിക്ക് ദീൻ അടിയറവ് വെക്കണം, ദീനിന് ബുദ്ധി അടിയറവ് പറയണം. നമ്മുടെ ബുദ്ധിയിലേക്ക് ദീനിനെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഖ്ലാസോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിലേക്കും ബുദ്ധിയിലേക്കും ദീനിനെ ആവാഹിക്കണം. ഇതാണ് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ അദ്ദേഹം ഒരു ഹദീസ് തന്റെ ശിഷ്യന്മാർക്ക് ഓതി കേൾപ്പിച്ചു. ഹദീസ് റിപ്പോർട്ട് ചെയ്തു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട അൽ ഹുമൈദി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇമാം ശാഫിഈയോട് ചോദിച്ചു, അതഖുദു ബി, താങ്കൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് താങ്കൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമോ? ജനമധ്യത്തിൽ പൊതുജന സമക്ഷം ഇത് ധൈര്യത്തോടെ പറയുമോ, മുറുകെ പിടിക്കുമോ? ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അല്പം ആത്മരോഷത്തോടെ ഹുമൈദിയോട് ചോദിച്ചു, റഅയ്തനി ഖറജ്തു മിൻ കനീസ ഔ അലയ്യ സനാർ, നീ എന്നെ ഒരു ക്രിസ്തീയ മഠത്തിൽ നിന്ന് പുറത്തു വരുന്നതായി കണ്ടിട്ടുണ്ടോ? എന്റെ അരപ്പട്ട വേദക്കാരുടെ പുരോഹിതന്മാർ കെട്ടുന്ന അരപ്പട്ടയായി താങ്കൾ കണ്ടിട്ടുണ്ടോ? ഞാനൊരു നസ്രാനിയല്ല, ഞാനൊരു യഹൂദിയല്ല എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? ഹത്താ ഇദാ സമിഅതു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസൻ ലാ അഖൂലു ബിഹി, എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാനൊരു ഹദീസ് കേൾക്കുന്നുണ്ടോ, അതനുസരിച്ച് പ്രവർത്തിക്കാതെ പ്രഖ്യാപിക്കാതെ ഞാൻ ജീവിക്കുകയില്ല എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ്. മറ്റൊരിക്കൽ കാണാം, ഇതുപോലെ മറ്റൊരാൾ ചോദ്യം ചോദിച്ചപ്പോ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മതാ റവൈതു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസൻ
വലം ആഖുദ് ബിഹി ഫഉശ്ഹിദുകും അന്ന അഖ്ലി ഖദ് ദഹബ്. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ പിന്നീട് എന്റെ ജീവിതത്തിൽ ഞാനത് മുറുകെ പിടിക്കാതെ ആ ഹദീസിനെതിരായി ജീവിക്കുന്ന നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, ഇമാം ശാഫിഈ തന്റെ ബുദ്ധി നഷ്ടപ്പെട്ടവനായിരിക്കുന്നു. ഇമാം ഷാഫിഈക്ക് ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം അപ്പോൾ മനസ്സിലാക്കാൻ. എനിക്ക് നേരായ ബുദ്ധിയുള്ളിടത്തോളം കാലം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആഫിയത്തിലും ആയുസ്സിലും ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെതിരായി, ഒരൊറ്റ ഹദീസിനെതിരായും ഞാൻ പ്രവർത്തിക്കുകയില്ല, പറയുകയില്ല എന്ന് അദ്ദേഹം പറയുകയായിരുന്നു. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ അയിമ്മത്ത്, ഇവരാണ് നമ്മുടെ മുൻഗാമികൾ, ഇവരാണ് നമ്മുടെ മാതൃകാ പുരുഷന്മാർ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിനെതിരായി ഒരു വാക്ക് പോലും ഉരിയാടാത്തവർ, ചിന്തിക്കാത്തവർ, പ്രവർത്തിക്കാത്തവർ. അപ്പോൾ പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ എന്നതാണ് ചോദ്യം. മനുഷ്യന്റെ ബുദ്ധിക്ക് ചിന്തക്കും സ്വാതന്ത്ര്യമില്ലേ? അഭിപ്രായ പ്രകടനം നടത്തിക്കൂടെ? വീട്ടിൽ നിനക്ക് നടത്താം, അള്ളാഹുവിന്റെ ദീനമ കയറി നടത്തരുത് എന്നതാണ് അഭിപ്രായ പ്രകടനത്തിനോട് നമുക്ക് പ്രതികരിക്കാനുള്ളത്. പുറയിലെ തീരുമാനങ്ങൾ നിനക്ക് വേണമെങ്കിൽ അഭിപ്രായ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കാം. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ നിന്റെ സ്വന്തം അഭിപ്രായം അത് പാടില്ല. അത് ഇസ്ലാമിന്റെ പുറത്തു നിൽക്കുന്നവർക്കാകാം. കാരണം അവർക്ക് പരലോകമില്ല, സ്വർഗനരകങ്ങളില്ല, അള്ളാഹിനെ പേടിയില്ല, അവർക്ക് എന്തുമാകാം. പക്ഷേ നീ ഒരു മുസ്ലിമാണോ? പണ്ഡിതന്മാർ പറയുന്നു ഈ ചോദ്യത്തിനുള്ള ഉത്തരം, ദീനിനെതിരെ അവൻ അഭിപ്രായം പറയാൻ പാടില്ല. റബ്ബുൽ ആലമീനായ മനുഷ്യരെയും ജിന്നിനെയും ഇൻസിനെയും സകല ജനാചരങ്ങളെയും പടച്ച മനുഷ്യർക്ക് എന്തു വേണമെന്നറിയുന്ന റബ്ബ്, ആ റബ്ബിന്റെ ദീനിന് നിന്റെ ബുദ്ധി എതിരാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീനിനെതിരായി നിനക്കൊരു അഭിപ്രായം നിന്റെ ബുദ്ധിയിൽ ഉദിച്ചാൽ, നിന്റെ ചിന്തയിൽ ഉദിച്ചാൽ, നീ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്റെ അഭിപ്രായം കൊണ്ട് പോവാന്നല്ല, നിന്റെ അഭിപ്രായത്തെ നീ തോട്ടിലെറിയുക, നീ കാറ്റിൽ പറത്തുക, അള്ളാഹിന്റെ ദീനിന് നീ കീഴൊതുങ്ങുക. നിന്റെ ഹവയെ പിൻപറ്റുന്നതിന് പകരം റബ്ബുൽ ആലമീന്റെ ഹുദയെ നീ പിൻപറ്റുക, സന്മാർഗത്തെ നീ മുറുകെ പിടിക്കുക. എന്നാൽ തന്റെ ഇഷ്ടപ്രകാരം, തന്റെ തോന്നിവാസപ്രകാരം ജീവിക്കുന്നവൻ, പ്രവർത്തിക്കുന്നവൻ, അള്ളാഹുവിന്റെ ദീനിന്റെ അധ്യാപനങ്ങളെ തള്ളിക്കളയുന്നവൻ, അതിനോട് അശ്രദ്ധ വെച്ച് പുലർത്തിയവൻ, മുൻഗാമികളായ പണ്ഡിതന്മാർ പറയുന്നു, ഫഹാദ ഫിൽ ഹഖീഖത്തി ലൈസ ഹുറിയ്യ, യഥാർത്ഥത്തിൽ അത് സ്വാതന്ത്ര്യമല്ല. എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കുമ്പോഴോ, ഖുർആനിലും സുന്നത്തിലും പറഞ്ഞൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാനും തീരുമാനമെടുക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ദീനിനെ കാറ്റിൽ പറത്തുന്നവർ, ഖുർആനിനെയും സുന്നത്തിനെയും അഗണ്യകോടിയിലേക്ക് തള്ളിക്കളയുന്നവർ, അവർ മനസ്സിലാക്കട്ടെ, അത് സ്വാതന്ത്ര്യമല്ല, അത് അടിമത്തമാണ്, അത് അധമത്വമാണ്, അത് ഉച്ചനീചത്വമാണ്. സ്വന്തം നഫ്സിനെ ഇലാഹാക്കുന്ന, സ്വന്തം തന്നിഷ്ടത്തെ ആരാധിക്കുന്ന ഗതികേട്, അധമത്വം, ഇതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യമില്ലായ്മ എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവർ, അള്ളാഹുവിന്റെ ദീനിനെ ജീവിതത്തിൽ മരണം വരെ ചേർത്ത് വെക്കുന്നവർ, അവരാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലുള്ളത്. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ മുറുകെ പിടിച്ച് മരണം വരെ അതിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم يا رب العالمين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.